നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 6, 2025 ബുധൻ. ഇന്ന് നമ്മുടെ മാർക്കറ്റ് RBI പോളിസിയുടെ ഔട്ട്കമ്മിങ്ങിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗിലാണ്. ഇന്നലെ നമ്മുടെ മാർക്കറ്റിൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്ന തുടർച്ചയായ സെല്ലിംഗ് മൂലവും അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലുണ്ടാകുന്ന ശോഷണവും റഷ്യൻ ഓയിൽ ഇന്ത്യ വാങ്ങുന്നതിനെ തുടർന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഭാഗത്ത് നിന്ന് താരിഫ് റേറ്റുകളിൽ ഗണ്യമായ വർധനവ് നൽകുമെന്നുള്ള സൂചനകളും തുടങ്ങി ഒട്ടനവധി കാരണങ്ങൾ കൊണ്ട് ഇന്നലെയും നമ്മുടെ മാർക്കറ്റിൽ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ പതിവിന് വിപരീതമായിട്ട് ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് കുറയ്ക്കുന്ന കാഴ്ചയാണ് ക്യാഷ് മാർക്കറ്റിൽ നിന്നും ദൃശ്യമായത്. 22.48 കോടി രൂപയ്ക്ക് മാത്രമേ ഇന്നലെ സെല്ലിംഗ് നടത്തിയുള്ളൂ. തത്സമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 3840.39 കോടി രൂപയ്ക്കും ബൈ നടത്തുകയുണ്ടായി. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ 2 ദിവസങ്ങളുടെ തുടർച്ചയായി ഇന്ന് രാവിലത്തെ സെക്ഷനിൽ മാർക്കറ്റ് RBI മോണിറ്ററി പോളിസിയുടെ ഔട്ട്കമ്മിങ്ങിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗിൽ തന്നെയാണ്. മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത് RBIയുടെ ഭാഗത്ത് നിന്നും ഇൻട്രസ്റ്റ് റേറ്റ് സ്റ്റഡി ആയിട്ട് തന്നെ 5.5% തന്നെ നിലനിർത്തുമെന്നാണ്. എങ്കിലും RBI ഗവർണറുടെ ഭാഗത്ത് നിന്നും ട്രേഡ് താരിഫിന്റെ അനിശ്ചിതത്വം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ മാർക്കറ്റിന്റെ ഗ്രോത്തുമായി ബന്ധപ്പെട്ട കമന്ററി ഇന്ന് പ്രാധാന്യം അർഹിക്കുന്നു. അതുമാത്രമല്ല സർപ്ലസ് ലിക്വിഡിറ്റിയുമായി ബന്ധപ്പെട്ട് RBI എടുക്കാൻ പോകുന്ന തീരുമാനങ്ങളും ഇന്നത്തെ മോണിറ്ററി പോളിസിയിൽ പ്രാധാന്യം വഹിക്കുന്ന മറ്റൊരു ഘടകം തന്നെയാണ്. എക്സ്പെർട്ടുകളുടെയും അനലിസ്റ്റുകളുടെ ഒക്കെ അഭിപ്രായ പ്രകാരം സൈക്കോളജിക്കലിയും ക്രൂഷ്യലിയും 24,500 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യലാണ്. ഈ ലെവൽ നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സെല്ലിംഗ് പ്രഷർ അനുഭവപ്പെട്ടേക്കാമെന്ന് പറയപ്പെടുന്നു. അതുപോലെ നിലവിൽ നിഫ്റ്റി അതിന്റെ മിഡ് ടൈം ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജസിന്റെ താഴെയായിട്ടാണ് ഏതാനും ട്രേഡിംഗ് സെക്ഷനിലായിട്ട് വ്യാപാരം തുടരുന്നതും അവസാനിപ്പിക്കുന്നതും. അതുകൊണ്ട് തന്നെ നിഫ്റ്റി അതിന്റെ മിഡ് ഡേ മൂവിംഗ് ആവറേജ് ആയ 24,950 എന്ന ലെവൽ മറികടന്നുകൊണ്ട് അതിന് മുകളിലായിട്ട് നിലനിൽക്കാത്തോടത്തോളം നിഫ്റ്റിയിൽ ഒരു കൺസോളിഡേഷനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ ആവുകയില്ല. നിഫ്റ്റിയുടെ മുകളിലേക്കുള്ള പ്രയാണത്തിൽ 24,800, 24,900 എന്ന ലെവലുകൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം വലിയ റെസിസ്റ്റൻസുകൾ ഫേസ് ചെയ്തേക്കാം. തുടർന്ന് 25,000 എന്ന സൈക്കോളജിക്കൽ ലെവലിലും. ഹീറോ മോട്ടോർ കോർപ്പ്, ബജാജ് ഓട്ടോ, ട്രെൻഡ്, ഡിവിസ് ലബോറട്ടറീസ്, ബജാജ് ഹോൾഡിംഗ്സ്, ഭാരത് ഫോർജ്, ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ്, ബ്ലൂ സ്റ്റാർ, ഫോർട്ടീസ് ഹെൽത്ത് കെയർ, ജിന്ദാൽ സ്റ്റെയിൻലെസ്, കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, പവർ ഫൈനാൻസ് കോർപ്പറേഷൻ, പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ്, PVR ഐനോക്സ്, TD പവർ സിസ്റ്റംസ്, UNO മിൻഡ തുടങ്ങിയ പ്രധാനപ്പെട്ട കമ്പനികൾ ഇന്ന് അവയുടെ Q1 ഏർണിംഗ്സ് പ്രസിദ്ധീകരിക്കും. വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയിലെ 30 വയസ്സിന് താഴെയുള്ള യുവജനങ്ങളുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷന്റെ ഭാഗമായി ഇന്ത്യയിലെ ഡിമാറ്റ് അക്കൗണ്ടുകളുടെ എണ്ണം 200 കോടി കവിഞ്ഞു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇന്നലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ക്യാഷ് മാർക്കറ്റില് സെല്ലിംഗ് എമൗണ്ട് കുറച്ചെങ്കിൽ കൂടിയിട്ടും വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഇന്ത്യൻ മാർക്കറ്റിലുള്ള ഫ്യൂച്ചർ മാർക്കറ്റിലെ ഷോർട്ട് പൊസിഷൻ 1.7 ലക്ഷം കോടി രൂപയിലേക്ക് വർദ്ധിപ്പിക്കുന്ന കാഴ്ച അതേസമയം ദൃശ്യമാണ്. ഇന്ന് ഒത്തിരിയേറെ ഗ്ലോബൽ ഇവന്റ്സുകളുണ്ട്. രാവിലെ 7 മണിയോടുകൂടി ബാലൻസ് ഓഫ് ട്രേഡ് ജൂൺ മാസത്തെ ഓസ്ട്രേലിയയിൽ നിന്നും റിലീസ് ചെയ്യുന്നുണ്ട്. രാവിലെ 8:30 ചൈനയിൽ നിന്നും എക്സ്പോർട്ടിന്റെയും ഇമ്പോർട്ടിന്റെയും ഇയർ ഓൺ ഇയർ ജൂലൈ മാസത്തെ ഡേറ്റ റിലീസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ബാലൻസ് ഓഫ് ട്രേഡ് ജൂലൈ മാസത്തെയും റിലീസ് ചെയ്യുന്നുണ്ട്. രാവിലെ 11:30 ജർമ്മനിയിൽ നിന്നും ജൂൺ മാസത്തെ ബാലൻസ് ഓഫ് ട്രേഡ് ഡേറ്റ റിലീസ് ചെയ്യുന്നുണ്ട്. അതിൽ അതിപ്രധാനമായത് വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം 4:30 UK നിന്നും ബാങ്ക് ഓഫ് യൂറോപ്പിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരുന്നുണ്ട്. വൈകുന്നേരം 7:30 കാനഡയിൽ നിന്ന് IBPMI ഡേറ്റ ജൂലൈ മാസത്തെ റിലീസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഇന്നലെ US നിന്നും ISME PMI ഡേറ്റ മോശമായി വന്നതിനെ തുടർന്ന് ഇന്നലെ S&P 500ഉം നാസ്ഡാക്കും നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുന്ന കാഴ്ചയാണ് US നിന്നും ദൃശ്യമായത്. എങ്കിലും നിലവിൽ ഡോ ജോൺസ് ഫ്യൂച്ചർ 43 പോയിന്റുകളുടെ നേട്ടത്തിലാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ ഇന്നലെ UK, ജർമ്മൻ മാർക്കറ്റുകൾ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ ഫ്രാൻസ് മാർക്കറ്റ് നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായത്. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ നിലവിലെ ഇൻഡിക്കേഷൻ പ്രകാരം ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ നിലവിൽ ജപ്പാൻ മാർക്കറ്റ് നേട്ടത്തോടുകൂടിയും കൊറിയൻ മാർക്കറ്റ് നഷ്ടത്തോടുകൂടിയും വ്യാപാരം തുടങ്ങിയിട്ടുണ്ട്.
തുടങ്ങിയിട്ടുണ്ട്. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രന്റ് ക്രൂഡിലും ക്രൂഡ് ഓയിലിലും ഗോൾഡിലൊക്കെ നേരിയ ഉണർവ് ദൃശ്യമാകുന്നുണ്ട്. ഇനി സ്പെസിഫിക് ആയിട്ട് നമുക്ക് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR 0.72 എന്ന നിലയിലും മാക്സ് പെയിൻ 24,650 നിലനിൽക്കുന്നു. ഇന്നലത്തെ ഫോളോയോട് കൂടി ബെയറിഷ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺ ആണ് ഡെയിലി ചാർട്ട്സിൽ ദൃശ്യമാകുന്നത്. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 25,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 24,600 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് ദൃശ്യമാകുന്നത്. 24,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 24,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് ദൃശ്യമാകുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.77 എന്ന നിലയിലും മാക്സ് പെയിൻ 56,000 എന്ന നിലയിലുമാണ്. ബാങ്ക് നിഫ്റ്റിയും നിലവില് അതിന്റെ ഷോർട്ട് മിഡ് ഡേ മൂവിംഗ് ആവറേജസിന്റെ താഴെയായിട്ട് തന്നെയാണ് വ്യാപാരം തുടരുന്നതും അവസാനിപ്പിച്ചതും. അതുമാത്രമല്ല ഡെയിലി ചാർട്ട്സിൽ ബെയറിഷ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺ തന്നെയാണ് ദൃശ്യമാകുന്നത്. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 57,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്കും പുട്ട് സൈഡിലേക്കും ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 55,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് ദൃശ്യമാകുന്നത്. തത്സമയം 55,300 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് ദൃശ്യമാകുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകളിലേക്ക് പ്രവേശിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഭാരതി എയർടെൽ പ്രോഫിറ്റിൽ 43% ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. റവന്യൂവിലും 28% ഉയർച്ച രേഖപ്പെടുത്തി. ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് പ്രോഫിറ്റിൽ 3% വർധനവ് രേഖപ്പെടുത്തിക്കൊണ്ട് 504.9 കോടി രൂപയിൽ നിന്നും 520.1 കോടി രൂപയായി വളർന്നു. റവന്യൂവിലും 8.8% ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. ലുപിൻ പ്രോഫിറ്റിൽ 52.1% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 801.3 കോടി രൂപയിൽ നിന്നും 1,219 കോടി രൂപയായി ഉയർന്നു. റവന്യൂവിലും തത്സമയം 11.9% ഉയർച്ച രേഖപ്പെടുത്തി. പ്രിസ്റ്റേജ് എസ്റ്റേറ്റ്സ് പ്രൊജക്ട്സ് പ്രോഫിറ്റിൽ 25.8% വർധനവ് രേഖപ്പെടുത്തിക്കൊണ്ട് 232.6 കോടി രൂപയിൽ നിന്നും 292.5 കോടി രൂപയായി ഉയർന്നു. റവന്യൂവിലും 23.9% ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. ടോറന്റ് പവർ പ്രോഫിറ്റിൽ 24.8% ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി. 972.2 കോടി രൂപയിൽ നിന്നും 731.4 കോടി രൂപയിലേക്കായി ചുരുങ്ങി. റവന്യൂവിലും 12% ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി. ഭാരതി ഹെക്സാകോം പ്രോഫിറ്റിൽ 23.4% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 511.2 കോടി രൂപയിൽ നിന്നും 391.6 കോടി രൂപയായി ചുരുങ്ങി. റവന്യൂവിൽ 18.4% വർധനവും രേഖപ്പെടുത്തുകയുണ്ടായി. ഷീല ഫോം പ്രോഫിറ്റ് 83.9% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 46 കോടി രൂപയിൽ നിന്ന് 7.43 കോടി രൂപയായി ചുരുങ്ങി. റവന്യൂവിൽ 1.4% ഉയർച്ച രേഖപ്പെടുത്തി. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടുമായിട്ട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.